കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. നടൻ മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും തുടർച്ചയായി ഷൂട്ടിൽ നിന്ന് താൽക്കാലികമായ ഇടവേള എടുത്ത് നിൽക്കുകയാണെന്നും താരത്തിൻ്റെ ടീം അറിയിച്ചിരിക്കുകയാണ്. റംസാൻ കാലമായതുകൊണ്ട് തന്നെ വ്രതത്തിന് വേണ്ടി താരം ഇടവേള എടുത്തതാണെന്നും ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവുമില്ലെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. മമ്മൂട്ടി സർജറിക്ക് വിധേയനായെന്നും കീമോ ചെയ്ത് വിശ്രമത്തിലാണെന്നൊക്കെയാണ് ചിലർ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇതിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ടീം രംഗത്തെത്തിയെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി തൻ്റെ അടുത്ത ചിത്രങ്ങളുടെ തിരക്കിലേക്ക് കടക്കുമെന്നാണ് വിവരം. നിലവിൽ ചെന്നൈയിൽ ദുൽഖറിൻ്റെ വസതിയിലാണ് മമ്മൂട്ടി വിശ്രമിക്കുന്നത്. മഹേഷ് നാരായണൻ, മമ്മൂട്ടി, മോഹൻലാൽ ചിത്രത്തിൻ്റെ ഡൽഹി ഷെഡ്യൂളിന് ശേഷമാണ് താരം റെസ്റ്റ് എടുത്തിരിക്കുന്നത്. കളങ്കാവിലെ ചിത്രീകരണത്തിന് ശേഷം നേരെ മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യുകയായിരുന്നു മമ്മൂട്ടി. ശ്രീലങ്ക, ഡൽഹി എന്നിവിടങ്ങളിലായിരുന്നു ചിത്രത്തിൻ്റെ ആദ്യ ഷെഡ്യൂളുകൾ. 2020 ശേഷം മമ്മൂട്ടിയും ലാലേട്ടനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രമാണിത്. ഇടയിൽ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന മമ്മൂട്ടി ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. മമ്മൂട്ടിക്കും മോഹൻലാലിന് പുറമെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവരും മഹേഷ് നാരായണൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി. 2 ആഴ്ചത്തെ വിശ്രമത്തിന് ശേഷം ബസൂക്കയുടെ പ്രൊമോഷനായി താരം വീണ്ടും തിരക്കുകളിലേക്ക് കടക്കുമെന്നാണ് വിവരം. മാർച്ച് 26-ന് ദുബായിൽ വെച്ച് ബസൂക്കയുടെ ട്രെയിലർ ലോഞ്ച് നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വൻ ബജറ്റിലൊരുങ്ങുന്ന ചിത്രം ഗെയിം ത്രില്ലേഴ്സ് സോണിലാണ് ഒരുങ്ങുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ലുക്ക് വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു.